ഹലോ ഗായ്സ്, ഇതിപ്പം ഒരുപാട് നാളായി ഇന്നത്തെ വീഡിയോ ഒക്കെ ഇട്ട് ടൈം കിട്ടുന്നില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇപ്പോൾ ഞാൻ ശാർക്കര പോയ ഒരു ഒറ്റൊരു വ്ളോഗാണ്, മിനി വ്ളോഗെന്ന് വെച്ചാൽ പറയാം. അപ്പം ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല. അതായത് ഭയങ്കര തിരക്കാണ്. നമുക്കൊരു മുട്ട സൂചി വീണാൽ പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെയായിട്ട് തൂക്കം കുത്തിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇന്ന് പോയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ കല്യാൺ സിസ്റ്ററിൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര മനസ്സിനൊരു കുളിർമയെന്ന് പറയുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആലിൻ്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത് ഉത്സവം കാണാനായിട്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഐതിഹ്യം എനിക്ക് അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ ശർക്കര കഴിച്ചുകൊണ്ടാണ് ദേവി ആലിൻ്റെ മുകളിൽ നിന്നാണ് ഉത്സവം കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ അതിപ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് തൂക്കമുണ്ട്. എനിക്ക് തോന്നുന്നു അത് രാത്രിയോളം കാണും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൂക്കമുള്ള ആൾക്കാരെ ഒരുക്കി ഇങ്ങനെ നിൽക്കുന്നതും. അതായത് ഒരുപാട് നേരം ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് കണ്ട് ഞാൻ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒത്തിരി ശകലൊന്നും തിരക്ക് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അമ്പട്ട ജനമായിരുന്നു. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടൊരു ഐസ്ക്രീമൊക്കെ കിട്ടി. അപ്പം ഐസ്ക്രീം, ജ്യൂസ്, പിന്നെ മിനറൽ വാട്ടർ ഒക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് കാണാനും മിക്കുള്ള ആൾക്കാർ അമ്പലത്തിൽ വരാനും കുറേ മൊമെൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് മെമ്മറീസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് ഞാനും എൻ്റെ മോളുമാണ് ഇന്നിപ്പോൾ കയറിയെന്നൊക്കെ കറക്കിലൊക്കെ കയറി. എൻ്റെ പൊന്നോ, എന്തോരിതാ. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒക്കെയാണ് പോയത്. ഫ്രണ്ട്സെന്നാണ് വീടിൻ്റെ അടുത്തുള്ളത്. അപ്പം അവരെയൊന്നും വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊന്നും വീഡിയോ വരാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ നോക്കട്ടെ, ലാസ്റ്റ് ഞാൻ ഫോട്ടോ വെച്ചേക്കാം. അപ്പോഴും നമ്മളെന്താ പറഞ്ഞു വരുന്നത്, എൻ്റെ ദൈവമേ, ഞാൻ മാക്കാ വിളിക്കുന്നതൊക്കെ ഭയങ്കര വിളിയായിരുന്നു. പക്ഷെ എൻ്റെ മോള് നല്ല ധൈര്യത്തിരുന്ന് ഞാൻ നല്ല ഇതായിട്ട് കരഞ്ഞു വിളിച്ച്. പക്ഷെ വെളിയിറങ്ങിയപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞതായിട്ടൊന്നും യാതൊരു ഇതും കാണിച്ചില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ കുത്തിയോട്ടക്കാരാണെന്ന് തോന്നുന്നത്, തൂക്കെടുക്കുന്ന ആൾക്കാരാണെന്ന് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിയാണ് അവരെ അനുഗ്രഹിക്കുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു മൊമെൻ്റ് ദേവി അനുഗ്രഹിക്കുന്ന ടൈമിലൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബെന്ന് നമുക്ക് പറയാം. ആ രീതിയിലാണ് നല്ല അടിപൊളിയായിട്ടിത്. നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അമ്പട്ട ജനമാണ്. പിന്നെ നമുക്ക് പോരാത്തതിന് ഭരണിയും കൂടെയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ്. ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് കയറുന്നതിന് 100 രൂപയാണ്. അടിപൊളി. എൻ്റെ കൊച്ചിലാണ് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഭയമില്ലായിരുന്നു കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്.